GST പരിഷ്കാരം വേണ്ടി വന്നത് കടുത്ത വ്യാപാര മാന്ദ്യത്തെ തുടർന്നാണോ? കേന്ദ്ര സർക്കാർ തന്നെ രാജ്യവ്യാപകമായി ആദായ വിൽപ്പന നടത്തുന്നതാണോ ഇപ്പോൾ കാണുന്നത്? GST മൂലം ഇപ്പോൾ ഉണ്ടാകുന്ന വിലക്കുറവ് അത് സാധാരണ നിലയിൽ ഉത്സവകാലത്ത് ലഭിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ വിലക്കുറവ് ഭാവിയിൽ എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ് ചോദ്യം. 6 മാസം കഴിഞ്ഞാൽ കമ്പനികൾ വില ഉയർത്തി അധിക ലാഭം കൊയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകില്ലേ? GST പരിഷ്കാരം നടപ്പിൽ വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പഴയ വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറുമ്പോൾ പ്രതീക്ഷിച്ച നികുതി വർധന ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പല മേഖലകളിലും വരുമാനം കുറയുകയും ചെയ്തു. ആ വരുമാനക്കുറവ് പരിഹരിക്കാനായി സർക്കാർ തലത്തിൽ തന്നെ നടപ്പാക്കുന്ന ആദായ വിൽപ്പനയാണ് ഇപ്പോഴത്തെ GST പരിഷ്കാരം. കച്ചവടം എങ്ങനെയും ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം കുറഞ്ഞാലും വ്യാപാര ലോകത്തിന് ഇത് നേട്ടമാണ്. ആത്യന്തിക ഗുണഭോക്താക്കൾ വൻകിട നിർമ്മാതാക്കളും മൊത്ത കച്ചവടക്കാരുമാണ്. കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാനുള്ള മാർഗമായാണ് GST 2.0 അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായി എത്തിയത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു GST മാറ്റം അഥവാ സർക്കാർ ചെലവിലെ ആദായ വിൽപ്പന. GST വരുമാന വർധന പ്രതീക്ഷിച്ചതിന്റെ 10% പോലും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിരുന്ന അമിത നികുതി കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുപോയത്. ഈ സാഹചര്യത്തിലാണ് GST നിരക്കുകൾ താഴ്ത്തുക എന്ന കടുങ്കൈ ചെയ്യാൻ സർക്കാർ സന്നദ്ധമായത്. ഈ കണക്കുകൾ കേരളത്തിൽ നിന്നും ആരംഭിക്കാൻ നമുക്ക്. 2018-19 കേരളത്തിന്റെ GST വരുമാനം 21,015 കോടിയായിരുന്നു. ഇത് കോവിഡ് മൂലം പിന്നീടുള്ള 2 വർഷങ്ങളിലും താഴ്ന്നു. അതിനുശേഷം 2022-23 29,513 കോടിയായി. പക്ഷേ അവിടെ നിന്നുള്ള വളർച്ച അത് വളരെ കുറവായി. 2023-24 30,564 കോടി, 1000 കോടിയിൽ താഴെ മാത്രമാണ് വളർച്ച. 2024-25 നോക്കിയാൽ 32,772, അതായത് 2000 കോടിയുടെ മാത്രം വളർച്ച. വർഷം ശമ്പളം കൊടുക്കാൻ മാത്രം 45,819 കോടി വേണ്ട കേരളത്തിൽ ആകെ GST വരുമാനമാണ് ഇപ്പറയുന്ന 32,772 കോടി രൂപ. പെൻഷന് വേറെ 29,480 കോടി രൂപയും പലിശയ്ക്കായി 31,823 കോടിയും കണ്ടെത്തേണ്ടതുണ്ട്. റോഡ് നന്നാക്കൽ മുതൽ വികസന പ്രവർത്തനങ്ങൾ വരെ വേറെയും ആവശ്യങ്ങൾ നിരവധിയാണ്. ഇതിനൊക്കെ പുറമെ ക്ഷേമ പെൻഷനും മറ്റ് ചിലവുകളുമുണ്ട്. ഇതിനൊക്കെ കൂടി വർഷം കുറഞ്ഞത് 1.5 ലക്ഷം കോടി വേണ്ടിടത്താണ് GST ഇനത്തിൽ 32,772 കോടി മാത്രം ലഭിക്കുന്നത്. വർധന പേരിനുണ്ടാകുന്നുണ്ടോ എങ്കിലും ചിലവുകൾ അതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുന്ന സ്ഥിതി. കേരളത്തിൽ മാത്രമല്ല, ഓരോ സംസ്ഥാനത്തും ഇതുതന്നെയാണ് സ്ഥിതി. GST അല്ലാതെ വരുമാനമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിൽപ്പന നികുതിയായി 33,000 കോടി കൂടി ലഭിക്കും. GSTയും വാറ്റും ചേർന്നാൽ പോലും ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള തുകയാകില്ല. ഇതിന്റെ കൂടെ ഒരു 19,000 കോടി രൂപയുടെ നികുതിയേതര വരുമാനം ചേർന്നാലും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. ഈ വരുമാനം വെച്ച് കേരളത്തിൽ എന്നല്ല, നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും നിലനിൽക്കാനാവില്ല. ഇത് കേരളത്തിന് മാത്രമുള്ള പ്രതിസന്ധിയുമല്ല. തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലങ്കാനയും ഒക്കെ എടുത്താലും സ്ഥിതി ഏറെക്കുറെ ഇതുതന്നെയാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ കഥ ഇതുതന്നെ. സംസ്ഥാനങ്ങൾ കൂടുതൽ ഗ്രാന്റും വായ്പയും ചോദിച്ചു ചെല്ലുന്നത് മൂലം ധനമന്ത്രി നിർമ്മല സീതാരാമന് തിരക്കൊടിഞ്ഞ് സമയമില്ല. ആർക്കും ഒരു സഹായവും ചെയ്യാനും സാധിക്കുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കടുത്ത അതൃപ്തിയിലുമായി. ഈ ഘട്ടത്തിലാണ് GST 2.0 നടപ്പാക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഉൽപ്പന്ന വില കുറയുന്നതോടെ കച്ചവടം കൂടും എന്നൊരു വിപണി സൂത്രവാക്യമാണ്. നവരാത്രി കാലത്ത് ഉത്തരേന്ത്യയിലൊക്കെ അല്ലെങ്കിൽ തന്നെ വ്യാപാരം കൂടുന്നൊരു സമയമാണ്. ആ വർധന ഇക്കുറിയിൽ ലഭിച്ചേക്കും. എന്നാൽ അത് തുടരുമോ എന്ന കാര്യത്തിൽ സർക്കാരുകൾക്ക് ആശങ്കയുമുണ്ട്. കേരളത്തിൽ 2025 ഓഗസ്റ്റ് വരെ GST ലഭിച്ചിരിക്കുന്നത് 13,317 കോടി രൂപ മാത്രമാണ്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസത്തെ ആകെ വരുമാനമാണ് നമ്മൾ ഈ പറയുന്ന 13,317 കോടി രൂപ. ഈ 5 മാസം ശമ്പളം നൽകാൻ വേണ്ടി മാത്രം കേരളം 19,818 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. മൊത്തം GST തുക എടുത്താലും പുറമെ നിന്ന് 6,000 കോടി കൂടി കണ്ടെത്തിയാൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ കഴിയൂ എന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. പെൻഷനും പലിശയ്ക്കും ഈ വർഷം ചെലവഴിച്ചിരിക്കുന്നത് അതിലേറെയാണ്.
ഇത് കേരളത്തിന് മാത്രം സ്ഥിതിയാണെന്ന് വിചാരിക്കേണ്ട. ഇത്ര വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇക്കാലയളവിൽ കിട്ടിയിരിക്കുന്ന GST 28,546 കോടി മാത്രമാണ്. അവിടെ ശമ്പളത്തിന് ഇക്കാലത്ത് 27,486 കോടിയും ചെലവഴിച്ചു. ഈ 5 മാസത്തെ പലിശ തന്നെ തമിഴ്നാട് ചെലവഴിച്ചിരിക്കുന്നത് 22,191 കോടി രൂപയാണ്. പെൻഷന് വേണ്ടി 19,694 കോടി രൂപ വേറെയും. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും കണക്ക് നോക്കിയാൽ ഏറെക്കുറെ സ്ഥിതി ഇതാണ്. GST വരുമാനം കൊണ്ട് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു സംസ്ഥാനവും ഇല്ലെന്ന് കാണാം. അതായത് കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വായ്പ എടുത്താണ് റോഡ് പണിയും കെട്ടിടം പണിയും ഒക്കെ നടത്തുന്നത്. വേറെ വഴിയില്ല. GST വർദ്ധിക്കാൻ ഒരു മാർഗവും കാണുന്നുമില്ല. അപ്പോ നടപ്പാക്കിയ ഒരു തന്ത്രമായാണ് ഈ നിരക്ക് കുറയ്ക്കൽ. കണക്കിൽപ്പെടുത്താത്ത കച്ചവടങ്ങൾ GSTക്കു ശേഷം ഇല്ല എന്നാണ് സർക്കാർ രേഖകൾ. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതുകൂടി വെളിച്ചത്ത് വരാൻ നിരക്കിലെ കുറവ് സഹായിക്കും. കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റുപോയാൽ ഉൽപാദന രംഗവും വ്യാപാര രംഗവും വീണ്ടും ഒന്നുകൂടി ഉഷാറാകും. അക്കാര്യത്തിൽ മാത്രമാണ് സർക്കാരിന്റെ ഏക പ്രതീക്ഷ. കേരളത്തിലെ നികുതി വരുമാനത്തിൽ 8,000 കോടി മുതൽ 10,000 കോടി വരെ കുറവുണ്ടാകുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ പറയുന്നത്. രാജ്യവ്യാപകമായി വരാൻ പോകുന്ന കുറവ് 2 ലക്ഷം കോടി രൂപയുടേതാണ്. വിൽപ്പന വർദ്ധിച്ചാലും ഈ കുറവ് മറികടക്കാൻ കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും എടുക്കും. ഇതിനാലാണ് സംസ്ഥാനങ്ങൾക്ക് 5 വർഷത്തേക്കെങ്കിലും നഷ്ടപരിഹാരം വേണം എന്നൊരു ആവശ്യം ഉയർന്നത്. ഇന്ത്യയിൽ ആത്യന്തികമായ പ്രശ്നം GSTയിലെ കെട്ടുപാടുകളായിരുന്നില്ല. ഇവിടെ ജനത്തിന്റെ കയ്യിൽ കാശില്ല എന്നതായിരുന്നു ആ പ്രതിസന്ധി. ആ പ്രതിസന്ധി പരിഹരിക്കാൻ ധനസ്ഥിതി ഉണരണം. അത് നന്നാകണമെങ്കിൽ പുതിയ തൊഴിൽ മേഖലകൾ തുറക്കണം. കാർഷിക വ്യവസായ മേഖലകളൊക്കെ നവീകരിക്കപ്പെടണം. ഇപ്പോഴത്തെ ഈ GST പരിഷ്കാരം വസന്ത പിടിച്ച വാഴയ്ക്ക് വളമിടുന്നത് പോലെയാണ് എന്ന വിമർശനം ഉയരുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.